നമസ്കാരം. മാസം എത്ര രൂപ ശമ്പളം കിട്ടിയാലും പകുതി മാസം ആകുമ്പോഴേക്കും പേഴ്സ് കാലിയാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടോ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു രൂപ പോലും മിച്ചം പിടിക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന വളരെ എളുപ്പത്തിൽ പണം സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ട്രിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ലോക പ്രശസ്തമായ 50-30-20 റൂൾ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. പലരും ചെയ്യുന്നത് ശമ്പളം കിട്ടിയാൽ ഉടനെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന് കരുതും. പക്ഷെ അവസാനം ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇതിനൊരു മാറ്റം വരുത്താനാണ് ഈ 50-30-20 റൂൾ സഹായിക്കുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ കൃത്യമായി 3ആയിട്ട് തിരിക്കണം. ഒന്നാമത്തേത് 50%, അതാണ് 50. നീഡ്സ് അഥവാ അത്യാവശ്യങ്ങൾ. നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 50% നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അതായത് വാടക, കറണ്ട് ബില്ല്, പലചരക്ക് സാധനങ്ങൾ, കുട്ടികളുടെ സ്കൂൾ ഫീസ്, മരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തേത് 30%, അതായത് 50-30. വോൺസ് അഥവാ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ ശമ്പളത്തിന്റെ 30% നിങ്ങളുടെ സന്തോഷങ്ങൾക്കായി ഉപയോഗിക്കാം. സിനിമയ്ക്ക് പോവുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങുക, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, യാത്രകൾ പോവുക എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഈ 30% പൈസ കൊണ്ടാണ് നിങ്ങൾ നിറവേറ്റേണ്ടത്. ഇതിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് മൂന്നാമത്തേത് 20%, 50-30-20. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് അഥവാ നിക്ഷേപങ്ങൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശമ്പളം കയ്യിൽ കിട്ടിയ ഉടനെ അതിൽ നിന്നുള്ള 20% എടുത്തു മാറ്റി നിക്ഷേപിക്കണം. ഇത് നിങ്ങളുടെ ഭാവിക്കും എമർജൻസി ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മാസ വരുമാനം 30,000 രൂപയാണ് എന്ന് കരുതുക. അതിൽ 50%, അതായത് 15,000 രൂപ വീട്ടു ചെലവുകൾക്കും മറ്റുമായിട്ട് മാറ്റിവെക്കുക. 30%, അതായത് 9,000 രൂപ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും എന്റർടൈൻമെന്റിനുമായി ഉപയോഗിക്കുക. ബാക്കിയുള്ള 20%, അതായത് 6,000 രൂപ നിർബന്ധമായും പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ SIP ആയോ നിക്ഷേപിച്ചിരിക്കണം. ആദ്യം സേവ് ചെയ്യുക, എന്നിട്ട് മാത്രം ചെലവാക്കുക. ഈ ഒരു ശീലം നിങ്ങൾ തുടങ്ങിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് വരില്ല. ഈ 50-30-20 റൂൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നു മുതൽ ഈ രീതിയിൽ പണം കൈകാര്യം ചെയ്ത് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ സഹായിക്കുന്ന എമർജൻസി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കും. അത് മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മാക്സിമം ടു മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.